പുണ്യം നിറഞ്ഞ ലൈലത്തുൽ ഖദറിലെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ മാലാഖമാരിറങ്ങി വരും. അക്കൂട്ടത്തിൽ അവരുടെ നേതാവായ സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും കേട്ടോ. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് മുസാഫത്ത് ചെയ്യും. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യന്മാരെ നിങ്ങളുടെ കൈ പിടിക്കുമാര്? സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അതിപ്പോൾ എങ്ങനെ ഉസ്താദെ ഞങ്ങളറിയാം? അങ്ങനെയാണെങ്കിൽ ലൈലത്തുൽ ഖദർ ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഉറപ്പിക്കാമല്ലോ. 3 അടയാളങ്ങളുണ്ട്, ഉറപ്പിച്ചോ. ഈ 3 അടയാളങ്ങൾ ആ രാത്രിയിൽ, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഉറപ്പിച്ചോ. നിങ്ങളുടെ കയ്യിൽ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയിട്ടുണ്ട്. അതിലപ്പുറം എന്ത് ഭാഗ്യമാണ് വേണ്ടത്? തിരിച്ചറിയണ്ടേ നമുക്ക്? 21-ാം രാവ് കഴിഞ്ഞു, ഇനി 23-ാം രാവുണ്ട്, 25-ാം രാവുണ്ട്, 27-ാം രാവുണ്ട്, 29-ാം രാവുണ്ട്. നഷ്ടപ്പെടുത്തരുതേ. 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാ, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്തൊരു മഹാഭാഗ്യല്ലേ? പരിശുദ്ധ റമദാനിലെ 3-ാമത്തെ 10ലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ഒന്ന് ചൊല്ലിക്ക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. ഏതായാലും മനസ്സറിഞ്ഞ് ഒരിക്കൽ കൂടി ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ ദിനരാത്രങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ മഹാത്ഭുതം മാലാഖമാരും അവരുടെ നേതാവായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് നമ്മുടെ കൈ പിടിക്കും. ആ കൈപിടുത്തം എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണ്ടേ? ശരിക്കും അങ്ങനെയല്ലേ? നമുക്ക് ആ കൈ പിടിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനൊരു മധുരം ഉണ്ടാവും. എന്നാൽ ഈ കൈപിടുത്തത്തിനൊരു മധുരമുണ്ട്. ഒന്ന് ഓദിക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലൈലത്തുൽ ഖദറിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഖുർആൻ ഇറങ്ങിയ രാത്രി, ഖുർആൻ ഇറക്കപ്പെട്ട രാത്രി. ആ രാത്രിയിൽ ഖുർആനിനോട് കൂടുതലായി ബന്ധപ്പെടണം, കൂടുതൽ ഖുർആൻ ഓതണം. എൻ്റെ റബ്ബിൻ്റെ കലാമാണെന്നുള്ള പ്രണയത്തിൻ്റെ ബോധ്യത്തോടുകൂടെ ഖുർആൻ നെഞ്ചോട് ചേർക്കാൻ കഴിയണം. സുബ്ഹാനല്ലാഹ്. പിന്നെയോ മലക്കുകൾ ഇറങ്ങും, മലക്കുകൾ ഇറങ്ങി വരും. ഏത് മലക്കുകൾ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മലായികത്തു ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന് മാത്രം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ചില അത്ഭുത മലക്കുകൾ ഇറങ്ങി വരും. അക്കൂട്ടത്തിൽ റൂഹും ഉണ്ടാകും. ഏതാണ് റൂഹ്? സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാണ് ലൈലത്തുൽ ഖദർ? ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നുണ്ട്, 40-ലേറെ അഭിപ്രായങ്ങളുണ്ട് ലൈലത്തുൽ ഖദർ എന്നാണെന്ന്. മനസ്സിലായോ? റമദാനിലെ മുഴുവൻ രാത്രിയും നോക്കണമെന്നുണ്ട്. ചിലർ ഹദീസുകൾ വെച്ചിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് അവസാനത്തെ ഏത് 10 ആകാം എന്നാണ്. എന്നാൽ കുറച്ചുകൂടെ ആളുകൾ പറഞ്ഞു ഒറ്റയിട്ട 10കളാണെന്ന്. കുറച്ചുകൂടെ പേര് പറഞ്ഞു 27-ാം രാവാണ്. ഏറ്റവും കൂടുതൽ മഹാന്മാർ ഉറപ്പിച്ചിട്ടുള്ളത് 27-ാം രാവാണെന്നാണ്. എന്നാൽ ഷാഫി ഇമാം പറഞ്ഞെന്നാൽ കഴിഞ്ഞ 21-ാം രാവിനാണെന്നാണ്, 23-നാണെന്ന് പറഞ്ഞവരുണ്ട്, 25-ാം രാവിനാണെന്ന് പറഞ്ഞവരുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഒറ്റയിട്ട രാവും പ്രതീക്ഷിക്കുക, നഷ്ടപ്പെടുത്തി കളയാൻ പറ്റൂല. മനസ്സിലായോ? ഈ രാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് രക്ഷയുടെ രാവാണ്. എല്ലാവർക്കും രക്ഷ കിട്ടും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. രക്ഷ വേണോ? രക്ഷ വേണോ?
ഈ രാത്രിയെ മുറുകെ പിടിച്ചോ. മാത്രമല്ല വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന രാത്രിയാണ്. ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. കണ്ടോ, നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആ മനോഹരമായ രാത്രിയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. അപ്പോൾ അള്ളാഹുവിനോട് ദ്വാരക്ക, പടച്ചോനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഹൈറിലാക്കി തന്നെയല്ല, ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ലേ അല്ല, മക്കളെ നന്നാക്കി തരണേ അല്ല, ഇക്കൊല്ലം എനിക്കൊരു കുഞ്ഞിനെ തരണേ അല്ല, എൻ്റെ മോളെ കെട്ടിക്കണമല്ല, എനിക്കൊരു വീട് വേണോ, എന്തും ആയിക്കോട്ടെ, എല്ലാത്തിലും ഉപരി ചോദിക്കേണ്ടത് എനിക്ക് നിന്നെ കിട്ടുന്നൊരു കൊല്ലാക്കി തരണേ അല്ല, മുത്തുനബിയോട് മഹബത്തുള്ളൊരു കൊല്ലാക്കി തരണേ അല്ല. അങ്ങനെ അള്ളാഹുവിനെ റസൂലിനൊക്കെ ചോദിച്ചിട്ട് ബാക്കി ദുനിയാവൊക്കെ ചോദിച്ചാൽ മതി കേട്ടോ, ധാരാളം ദ്വാരക്കാം. ഇനി ഒരാൾക്ക് ലൈലത്തുൽ ഖദർ എന്നാണെന്ന് അറിയിച്ചു കൊടുത്താലോ? നബവി ഇമാമൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ ചിലർക്ക് അറിയിച്ച് തന്നേക്കാം. അള്ളാൻ്റെ ഔലിയാക്കൾക്കൊക്കെ അങ്ങനെ അറിയിച്ചു കൊടുക്കലുണ്ട് ഇൽഹാം വഴി. അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയാൽ അത് രഹസ്യമാക്കി വെക്കണം, ആരോടും പറയാൻ പാടില്ല. ഇനി ലൈലത്തുൽ ഖദറിൻ്റെ ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ലൈലത്തുൽ ഖദർ ആണെങ്കിൽ ഇന്ന് രാവിലെ നല്ല പതിഞ്ഞ സൂര്യകിരണമായിരിക്കും, സൂര്യകിരണമൊക്കെ ഇങ്ങനെ മങ്ങിയിരിക്കും, മൊത്തത്തിലൊരു ശാന്തത, കടൽ പോലും ശാന്താകും. അതുപോലെ അന്നത്തെ രാത്രി മൃഗങ്ങൾ ഓരിയിടില്ല, നക്ഷത്രങ്ങൾ പോലും ഇല്ലാത്തൊരു രാത്രി. അങ്ങനെയൊക്കെ ഒരുപാട് അടയാളങ്ങൾ ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ വല്ലാത്തൊരു പ്രത്യേകത പാപമോചനത്തിൻ്റെ രാത്രിയാണെന്നാണ്. ഒന്ന് ചൊല്ലിക്ക് ഇന്നലെ നമ്മൾ പഠിച്ചു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. പടച്ചോനെ, നീയാണ് മാപ്പ് ചെയ്യുന്നവൻ, മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനും നീയാണ് അല്ലാ, എനിക്ക് നീ പുറത്തു നൽകണേ അല്ലാ. മാലാഖമാർ ഇറങ്ങി വരും. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആ കൂട്ടത്തിൽ ജിബ്രീലുണ്ട് അലൈഹി സ്വലാത്തു വസ്സലാം. റാസിമാമൊക്കെ പറയുന്നുണ്ട്, ഈ മാലാഖമാർക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ടാവും, 2 ഗുണങ്ങൾ, റഹ്മത്തും റഅഫത്തും. അതായത് അള്ളാൻ്റെ അടിമകളോടൊരു വല്ലാത്ത കാരുണ്യം, ആർക്കും ദേഷ്യമൊന്നും ഉണ്ടാവില്ല, എല്ലാവരോടും വല്ലാത്തൊരു കാരുണ്യം. ആ കാരുണ്യവും കൊണ്ടാണ് അവർ ഇറങ്ങി വരുന്നത് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാം. ഇവർ വന്നിട്ട് എന്ത് ചെയ്യും? ഇവർ വന്നിട്ട് സുജൂദിൽ കിടക്കും, ഇവർ നിസ്കരിക്കും, നിന്നും ഇരുന്നും കിടന്നും ഒക്കെ നിസ്കരിക്കും, അവർ സുജൂദിൽ കിടക്കും. എന്നിട്ടൊക്കെ ഇവർ ദ്വാരക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? യദ്ഉ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അള്ളാൻ്റെ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി അവർ ദ്വാരക്കും. പടച്ചോൻ, അങ്ങനെയുള്ള മുഅ്മിനാത്തുകളിൽ അവരുടെ ദുആ കിട്ടുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്യും? ഈ രാത്രി ഇബാദത്ത് ചെയ്യുന്ന കുറേ മനുഷ്യന്മാരുണ്ടാവും, ഖുർആൻ ഓതുന്ന, ദിക്ർ ചൊല്ലുന്ന, നിസ്കരിക്കുന്ന, തസ്ബീഹ് നിസ്കരിക്കുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ടാവും. അവരുടെയൊക്കെ കയ്യിൽ പോയി പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും, അതായത് മലക്കുകൾ സലാം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ ശാന്തി ഉണ്ടാകട്ടെ എന്നാണ്. അതൊരു മലക്ക് പറഞ്ഞാലോ എന്തായാലും ആ ശാന്തി നമുക്ക് കിട്ടൂലേ? അപ്പോൾ നഷ്ടപ്പെടുത്തി കളയരുത്, ഇബാദത്തുകൾ കൊണ്ട് തന്നെയാക്കണം. ഇനിയിപ്പോൾ എങ്ങനെ അറിയും മലക്കിൻ്റെ ആ ഒരു മുസാഫഹത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന്? ഇമാമിങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത് എന്താണെന്നറിയോ? മനുഷ്യ റജുൽദ, അതായത് അവൻ്റെ തോലിങ്ങനെ വിറച്ചാൽ, അങ്ങനെ മനസ്സിലായോ? അവൻ്റെ തൊലി വിറച്ചാൽ, അവനിങ്ങനെ ഇബാദത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ പെട്ടെന്നൊരു രോമാഞ്ചം പോലെ അവൻ്റെ ശരീരത്തിലൊരു വിറയൽ സംഭവിച്ചതുപോലെ. ഇത് മോശമായ കാര്യങ്ങളിൽ പങ്കെടുത്തവർക്കൊന്നും ഇത് കിട്ടൂല കേട്ടോ. ആ രാത്രി ഹയാത്താക്കുന്ന, അള്ളാനെ ഓർത്തിരിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, ദിക്ർ ചെയ്യുന്ന, മനസ്സറിഞ്ഞിരിക്കുന്നവർക്ക് പെട്ടെന്നൊരു രോമാഞ്ചം, രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ, തൊലിയിലൊരു വിറയൽ പോലെ, അത് ജിബ്രീലിൻ്റെ കൈപിടുത്തമാണ്. രണ്ടാമത്തെ അടയാളം പറയുന്നുണ്ട്, വറഖ ഖൽബ, അവൻ്റെ കൽബ് അങ്ങാകെ ഉരുകിപ്പോകുന്നത് പോലെ, വല്ലാത്ത മാർദ്ദവമുള്ള ഹൃദയമായി മാറുന്നത് പോലെ. തന്നെ ഒരുപാട് ദ്രോഹിച്ച, ഒരുപാട് വേദനിപ്പിച്ച ആളുകളോട് പോലും അവന് വല്ലാത്ത സ്നേഹം അല്ലേ. എന്നെ കൊല്ലാൻ നോക്കി എൻ്റെ അടുത്തൊരു അയൽവാസിയുണ്ട്, എന്നെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടവൻ, അൽഹംദുലില്ലാ എനിക്ക് അവനോടും സ്നേഹം തോന്നുന്നു, എല്ലാവരോടും സ്നേഹം തോന്നുന്ന ഒരു രാത്രിയിൽ പെട്ടെന്ന് മൈൻഡങ്ങ് മാറും, എല്ലാവരോടും സ്നേഹം, ഒരു ഉറുമ്പിനോട് പോലും സ്നേഹം, പാമ്പിനോട്, എല്ലാത്തിനോടും, അള്ളാഹിൻ്റെ അടിമകളോടൊക്കെ സ്നേഹം, ഖൽഖുല്ലാ എന്ന സ്നേഹം. എല്ലാ വൈരാഗ്യവും വിദ്വേഷമൊക്കെ പോയിട്ട് ഹൃദയം ഇങ്ങനെ അലിഞ്ഞില്ലാതാകുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് അവനെത്തിയാൽ ഉറപ്പിച്ചോ, നിൻ്റെ കയ്യിൽ ജിബ്രീൽ അലൈഹിസ്സലാം പിടിച്ചിട്ടുണ്ട്. ഇനി ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഐനാഹുവിൻ്റെ കണ്ണ് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, കരഞ്ഞു പോവാണ് അള്ളാഹിനോർത്ത്. നമ്മളെന്തിനാ കരയണേ? ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണെങ്കിലും എൻ്റെ കടം വീട്ടിൽ തന്നെ അല്ലാ, വേണ്ടാന്നല്ല, നമ്മളെ കരച്ചിൽ അങ്ങനെയെന്ന് പറയണം. കടം വീട്ടിൽ തന്നെ അല്ലാ, മക്കളെ കെട്ടിക്കണേ അല്ലാ, വീട് പണിയണമല്ല, ഈ കരച്ചിലിനെ കുറിച്ചല്ല പറയണത്. നമുക്കറിയാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മളറിയാതെ അള്ളാനെ ഓർത്ത്, മുത്തുനബിയെ ഓർത്ത് വല്ലാതെ ആ രാത്രിയിലിരുന്ന് ഇങ്ങനെ കരഞ്ഞു പോകും. അത് ജിബ്രീൽ അലൈഹിസ്സലാം നിൻ്റെ കയ്യിൽ പിടിച്ചതിൻ്റെ അടയാളമാണെന്നാണ്. സുബ്ഹാനല്ലാഹ്, ഫഇന്ന ദാലിക മിൻ മുസാഫഹത്തി ജിബ്രീൽ, അത് ജിബ്രീലിൻ്റെ സ്പർശമാണ്. 3 അടയാളങ്ങൾ എന്തൊക്കെയാണ്? അവൻ്റെ തോല് പെട്ടെന്ന് വിറയ്ക്കുക, ശരീരത്താക്കിങ്ങനെ ഒരു വല്ലാത്തൊരു കുളിര് കോരുന്നത് പോലെ. രണ്ടാമത് അവൻ്റെ ഹൃദയം മാർദ്ദവമുള്ളതാകുക, എല്ലാവരോടും സ്നേഹം അലിഞ്ഞില്ലാതാകുന്നത് പോലെ. മൂന്നാമത്തേത് വജമഅത ഐനാഹു, അവൻ്റെ 2 കണ്ണും നിറഞ്ഞൊഴുക അള്ളാഹിനെ ഓർത്തിട്ട്. സുബ്ഹാനക യാ റബ്ബ്. അപ്പോൾ അങ്ങനെ അത്രമേൽ വലിയ അത്ഭുതം നിങ്ങൾക്ക് സംഭവിക്കണമെങ്കിൽ ഈ രാത്രികൾ, ഈ ഒറ്റയിട്ട രാത്രികളൊക്കെ കൂടുതൽ പരിഗണിച്ചിട്ട് നമ്മുടെ ദിക്റിൽ സ്വലാത്തിലൊക്കെ ഇരിക്കുക.
നമ്മുടെ ചാനലിൽ ദിക്റും സ്വലാത്തൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക, രാത്രിയും അതിരുന്ന് കാണുക, ചൊല്ലുക, അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ധാരാളം ദ്വാരക്ക. എന്താ ദ്വാരക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. നീയാണ് പടച്ചവനെ മാപ്പ് ചെയ്യുന്നവൻ, മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനും നീയാണ് അല്ലാ. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനേ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? കഴിഞ്ഞ ദിവസം ചോദിച്ചത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലെ വിയർപ്പൊക്കെ വടിച്ചൊരു കുപ്പിയിലാക്കിയിട്ട് അത് ബർക്കത്തിന് വേണ്ടി അത്തറായിട്ട് ഉപയോഗിച്ചത് ആരാണ്? നമ്മുടെ വിയർപ്പും മുത്തുനബിയുടെ വിയർപ്പും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എങ്ങനെയാണ് ഈ മനുഷ്യന്മാർക്കൊക്കെ മുത്തുനബി ഒരു സാധാരണക്കാരനാണെന്ന് പറയാൻ പറ്റുന്നത്? അല്ലേ? അല്ലാഹു ബോധം കൊടുക്കട്ടെ എല്ലാവർക്കും. അത് മഹദിയായ ഉമ്മു സുലൈം ബീവിയാണ്, മുത്തുനബിയുടെ അമ്മായിയാണ്. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയാണ്. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. ഈ ഉമ്മു സുലൈം ബീവിയുടെ മകൻ മുത്തുനബിയുടെ ഖാദിമായിരുന്നു, സേവകനായിരുന്നു. ആരാണ് മകൻ? അദ്ദേഹത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. ഇതിൻ്റെ മിസ്ല സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാ. അവിടുത്തെ മദദ് തരണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഒരുപാട് മുറാദുകൾ വെച്ചുകൊണ്ടാണ് പലരും ഈ സദസ്സിലിരിക്കുന്നത്. എല്ലാ മുറാദുകളും ഹാസുലാക്കണേ അല്ലാ. എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ തമ്പുരാനെ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണയല്ല. ഒരുപാട് മക്കൾ പലവിധ പരീക്ഷകൾ എഴുതുന്നുണ്ട്. ഉന്നത വിജയം നീ നൽകണയല്ല. ഒരുപാട് അസുഖബാധിതർ ഞങ്ങളിലുണ്ട്. എല്ലാവർക്കും പരിപൂർണ സൗഖ്യം നൽകണയല്ല. കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല. പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്. അവരെ നീ ഏറ്റെടുക്കണയല്ല. നീ താങ്ങിപ്പിടിക്കണയല്ല. എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റണയല്ല. കടക്കണിയിൽപ്പെട്ടവരുണ്ട്, മോചനം നൽകണയല്ല. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണയല്ല. ഉള്ള ജോലിയിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഇണകളെ നന്നാക്കണയല്ല. പടച്ചോനെ, ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണയല്ല. ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല. ഇത് ഞങ്ങളുടെ അവസാനത്തെ റമളാനാക്കല്ലയല്ല. ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിൽ നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.